ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഇൻഷിഖാഖ് ആണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. നമുക്ക് സ്ക്രീനിൽ കിതാബ് ഉദ്ധരണികൾ നൽകിക്കൊണ്ട് തന്നെ പഠിക്കാം. പരിശുദ്ധ ഖുർആൻ പഠിക്കുക, ആശയം കൂടെ പഠിക്കുക എന്നതാണ് നമ്മുടെ ഈ വീഡിയോകൾ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. തുടർന്ന് കാണുക, പഠിക്കുകയും ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് യൂട്യൂബിൽ വെച്ച് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ കാണാൻ ശ്രമിക്കുക. സൂറത്തുൽ ഇൻഷിഖാഖ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദസ്സമാഉ ഇൻശഖ്ഖത് വഅദിനത് ലിറബ്ബിഹാ വഹുഖ്ഖത് വഇദൽ അർളു മുദ്ദത് وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا إنه كان في أهله مسرورا إنه ظن أن لن يحور بلى إن ربه كان به بصيرا فلا أقسم بالشفق والليل وما وسق والقمر إذا اتسق لتركبن طبقا عن طبق فما لهم لا يؤمنون وإذا قرئ عليهم القرآن لا يسجدون بل الذين كفروا يكذبون والله أعلم بما يوعون فبشرهم بعذاب أليم إلا الذين آمنوا وعملوا الصالحات لهم أجر غير ممنون صدق الله العلي العظيم. إن شاء الله നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. സൂറത്തുൽ ഇൻഷിഖാഖ്. ഇൻഷിഖാഖ് എന്ന പ്രയോഗം ഷഖ, അതിന്റെ ഇൻഫാല ഇൻഷഖ, അതിന്റെ മസ്ദറാണ് ഇൻഷിഖാഖ്. ഇതിന്റെ അർത്ഥം പൊട്ടുക, പിളരുക എന്നൊക്കെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹീമും റഹ്മാനുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങും. ഇദസ്സമാഉ ഇൻശഖത്. സമാ എന്ന് പറഞ്ഞാൽ ആകാശം. ഷഖ, ഇൻഷഖ എന്ന് പറഞ്ഞാൽ പിളരുക. ഇദൻശഖത്, പിളരുന്ന സമയം, ആകാശം പിളരുന്ന സമയം. ഇദസ്സമാഉ തസദ്ദഅത്, പൊട്ടിപ്പിളരുക. തഖത്തഅ, പീസ് പീസാകും. ഫകാനത്ത് അബുവാബൻ, അങ്ങനെ എല്ലായിടത്തും കടന്നു ചെല്ലാൻ പറ്റുന്ന രീതിയിലുണ്ട്. ബാബു അബുവാബ്, എല്ലായിടത്തും കടന്നു ചെല്ലാൻ പറ്റുന്ന രീതിയിൽ ആകാശം ഇങ്ങനെ പിളർന്നു കിടക്കുന്ന ദിവസം, അന്ത്യനാളിനെ കുറിച്ചാണ് സൂചന. വഅദിനത് ലിറബ്ബിഹാ വഹുഖത്. അതിനത് സമിഅത്തി സമാവാത്, ആകാശങ്ങൾ അനുസരിക്കുന്ന ദിവസം. ഫീ തസദ്ദുഇഹാ വതശഖുഖിഹാ, അത് പൊട്ടുക പിളരുക എന്ന വിഷയത്തിൽ റബ്ബിനെ അനുസരിക്കുന്ന ദിവസം. ഇപ്പൊ പൊട്ടാനും പിളരാനും ഒക്കെ ഉള്ള ആ നിർദ്ദേശം പൂർവോപരി ആകാശം അനുസരിക്കുന്ന ദിവസമാണ് അന്ത്യനാൾ. ലിറബ്ബിഹ എന്ന് പറഞ്ഞാൽ റബ്ബിന്. വഅതഅത് ലഹു, അള്ളാഹുവിന് അത് അനുസരിക്കുന്നു. ഫീ അംരിഹി ഇയ്യാഹ, അള്ളാഹുവിന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പൊട്ടാനും പിളരാനും ഒക്കെ ഉള്ള നിർദ്ദേശം ഉണ്ട് അന്ന്. ആ ദിവസം, ആ നിർദ്ദേശത്തെ ആകാശം അനുസരിക്കുന്ന ദിവസമാണ് അന്ത്യനാൾ. ഇദൽ അർളു മുദ്ദത്, ഭൂമി, അർള് എന്ന് പറഞ്ഞാൽ ഭൂമി. ഇദാ മുദ്ദത്, മുദ്ദത്ത് എന്ന് പറഞ്ഞാൽ നീട്ടുക എന്നാണ് അത്. ഇദാ മുദ്ദത്ത്, നീട്ടപ്പെടുന്ന ദിവസം. عن علي بن حسين رضي الله عنه أن النبي صلى الله عليه وسلم قال إذا كان يوم القيامة, ഖിയാമത്ത് നാളായാൽ മദ്ദല്ലാഹുൽ അർള, ഭൂമിയെ അള്ളാഹു നീട്ടും. ഹത്താ ലാ യകൂന ലിബശരിൻ മിനൻ നാസി ഇല്ലാ മൗദിഉ ഖദമൈഹി, മനുഷ്യന്മാരിൽ ഓരോ മനുഷ്യനും രണ്ട് കാല് വെക്കാനുള്ള സ്പേസേ ഉള്ളൂ.
അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന ദിവസം. ഫാക്കൂൻ അവലമയ്യുദ്, ആദ്യമായി വിളിക്കപ്പെടുന്നത് ഞാനാണ്. വജിബ്രീലു അൻ യമീനിർ റഹ്മാൻ, അള്ളാഹുവിന്റെ പ്രത്യേകമായ പൊസിഷനിൽ ജിബ്രീൽ അലൈഹിസ്സലാം നിൽക്കുന്നു. വല്ലാഹി മാ റആഹു ഖബ്ലഹ, അതിനു മുമ്പ് അങ്ങനെ കാണപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല, ഒരു പ്രത്യേകമായ ഒരു അവസരം. ഫാഖൂലി യാ റബ്ബ്, പടച്ചോനെ ഞാൻ ചോദിക്കുകയാണ്, ഇന്ന ഹാദാ അഖ്ബറനി അന്നക അർസൽതഹു ഇലയ്യ, ഈ ജിബ്രീലിനെ നീ എന്നിലേക്ക് അയച്ചതാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഫയഖൂലു സദഖ, അതേ അയച്ചതാണ്. സുമ്മ അശ്ഫഉ, പിന്നെ ഞാൻ ശുപാർശ ചെയ്യും. ഫാഖൂലു യാ റബ്ബ്, പടച്ചോനെ, ഇബാദുക അബദൂക ഫീ അത്റാഫിൽ അർദ്, ഈ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്റെ ഇബാദുകളുണ്ട്, നിന്റെ പ്രിയപ്പെട്ടവരുണ്ട്, അവര് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിനക്കവര് ആരാധിച്ചു, നിന്നെ ആരാധിച്ചു. വഹുവൽ മഖാമുൽ മഹ്മൂദ്, അപ്പോ അള്ളാഹു അവിടെ പ്രത്യേക പെർമിഷൻ കൊടുക്കുന്നുണ്ട്. ആ പ്രത്യേകമായ ഒരു അവസരം, അതാണ് മഖാം മഹ്മൂദ് എന്ന് പറയുന്നത്. വഅൽഖത് മാ ഫീഹാ വതഖല്ലത്, വഅൽഖത് മാ ഫീഹാ വതഖല്ലത്, വഅൽഖത്, ഭൂമി പുറന്തള്ളുകയാണ്. അൽഖാ യുൽഖി, ഇൽഖാ, ഇട്ടുകളയാൻ. അപ്പൊ അൽഖത്ത്, ആ ഭൂമി ഇടുന്ന, വലിച്ചെറിയുന്ന ദിവസം. മാ, ഒരു വസ്തുവിനെ, ഫീഹ, ആ ഭൂമിയുടെ ഉള്ളിലുള്ള, അഥവാ എന്റെ തഫ്സീർ വരുന്നുണ്ട്, വതഖല്ലത്, ആ ഭൂമി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. യഖൂലു ജല്ല സനാഉഹു, ഇവിടെ അള്ളാഹു പഠിപ്പിക്കുന്നത് വഅൽഖത്തിൽ അർളു മാ ഫീ ബത്നിഹ, അതിന്റെ ഉള്ളിലുള്ള വസ്തുക്കൾ ഭൂമി പുറത്തേക്കിടുന്നു. മിനൽ മൗത, മരണപ്പെട്ടവർ, ഇലാ ദഹരിഹ, ഭൂമിയുടെ പുറത്തേക്ക്. വതഖല്ലത് മിൻഹും ഇലല്ലാഹ്, എന്നിട്ട് അള്ളാഹുവിലേക്ക് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. എല്ലാരെയും ഒഴിവാക്കി എല്ലാരെയും അള്ളാഹുവിലേക്ക് പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ സമയത്തെ, ആ നിമിഷം, അതിനസ്, അള്ളാഹുവിനെ അനുസരിക്കുകയാണ്. അതിന, അനുസരിക്കുക. അതിനസ് എന്ന് പറയാൻ കാരണം അർള് എന്നത്, അതിന എന്നത് മുഅന്നസാണ്, അതിനസ് എന്നത് മുഅന്നസാണ്. മുഅന്നസായിട്ട് ഉപയോഗിക്കുന്നത് അർള് എന്നത് സിമായിയായ മുഅന്നസാണ്. അപ്പോ അത് പരിഗണിച്ചിട്ടാണ്. വാദിനത്ത്, ആ ഭൂമി അനുസരിക്കുന്നു, ലി റബ്ബിഹ, അള്ളാഹുവിന്. വഹുഖത്ത്, അത് ഹക്കുകൾ അർഹതപ്പെടുകയാണ്, ആ അനുസരണക്ക് അർഹതപ്പെടുകയാണ്. കാരണം സൃഷ്ടാവാണ്. സൃഷ്ടാവുമ്പോ ആ സൃഷ്ടാവിനെ, സൃഷ്ടി അനുസരിക്കുക എന്നത് അതിന്റെ അർഹതയാണ്. യാ അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി, അതിന്റെ അർത്ഥം ഇന്നക കാദിഹുൻ, നീ അധ്വാനിക്കുന്നവൻ, ഇലാ റബ്ബിക, പടച്ചവന് വേണ്ടി, കദ്ഹൻ, ഒരു അധ്വാനം, ഫമുലാഖി, ആ അധ്വാനത്തിന്റെ പ്രതിഫലം നീ കാണാൻ പോവുകയാണ്. ലാഖാ യുലാഖി, കാണുക. ഫമുലാഖി, നീ അതിനെ കാണാൻ പോവുകയാണ്, അനുഭവിക്കാൻ പോവുകയാണ്. നന്മ ചെയ്താൽ നന്മ, തിന്മ ചെയ്താൽ തിന്മ. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക ആമിലുൻ, നീ അധ്വാനിച്ചവനാണ്, ഇലാ റബ്ബിക, റബ്ബിനു വേണ്ടി, അമലൻ, ഒരു തരത്തിലുള്ള പ്രവർത്തനം. ഫമുലാഖീഹി ബിഹി ഖൈറൻ, ഫമുലാഖീഹി ബിഹി, അതിനനുസരിച്ച് നീ അനുഭവിക്കാൻ പോവുകയാണ്. ഖൈറൻ കാന അമലുക ദാലിക ഔ ശർറൻ, അത് നന്മയായാലും തിന്മയായാലും അനുഭവിക്കാൻ പോവുകയാണ്. യഖൂൽ ഫൽയകുൻ അമലുക മിമ്മാ യുൻജീക മിൻ സുഖ്തിഹി, അതുകൊണ്ട് തന്നെ നിന്റെ അധ്വാനം എപ്പോഴും, പ്രവർത്തനം എപ്പോഴും അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്നതും, യൂജിബുലക റിളാഹു, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്നതും, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതും ആയിരിക്കണം. വലാ യകുൻ മിമ്മാ യുസ്ഖിതുഹു അലൈക ഫതഹ്ലിക്, നീ നശിച്ചു പോകാൻ കാരണമാകുന്ന, അള്ളാഹുവിന്റെ കോപം ഉണ്ടാകാൻ കാരണമാകുന്നത് നീ ചെയ്യരുത്. അതുകൊണ്ട് ഈ നിലപാട് പ്രധാനപ്പെട്ടതായിരിക്കണം. അപ്പോ ഈ സൂറത്തിൽ നമ്മൾ പരാമർശിച്ചിരിക്കുന്ന വിഷയം ആകാശം പൊട്ടിപ്പിളരുന്നതാണ് അന്ത്യനാൾ. ഭൂമി, ആകാശം റബ്ബിനെ അനുസരിക്കുകയാണ്. ഭൂമിയെ വലിച്ചു നീട്ടി എല്ലാവരെയും ഒറ്റ സ്പേസിൽ ഒരുമിച്ച് കൂട്ടുന്നു, ഒറ്റ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുന്നു. ഭൂമി അതിന്റെ ഉള്ളിലുള്ളതെല്ലാം ഒഴിച്ചിടുകയാണ്, പുറത്തേക്കിടുകയാണ്. വാദിനത്തിൽ റബ്ബിഹ വഹുഖത്ത്, എന്നിട്ട് അള്ളാഹുവിനെ അനുസരിക്കുകയാണ്. മനുഷ്യ, നിന്നോട് പറയാനുള്ളത്, അന്ത്യനാൾ വരുമ്പോ, യാ അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യ, ഇന്നക കാദിഹുൻ, നീ അധ്വാനിക്കുന്നവനാണ്, ഇലാ റബ്ബിക, റബ്ബിലേക്ക്, കദ്ഹൻ, ഒരു അധ്വാനം, ഫമുലാഖി, അത് നീ അനുഭവിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് നന്മ ചെയ്താൽ നന്മയും, തിന്മ ചെയ്താൽ തിന്മയും അനുഭവിക്കും. ഇതാണ് ഇത്രയും സമയം പറഞ്ഞത്. ബാക്കി ഭാഗം തുടർന്നും ഇൻഷാ അല്ലാഹ്
കാണുകയും വിശദീകരിക്കുകയും ചെയ്യാം. അള്ളാഹു നമുക്ക് നല്ലത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ പഠനം അത് നിരന്തരം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുന്നു. അള്ളാഹു നമുക്ക് എല്ലാവർക്കും എല്ലാ നന്മയും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ഹാപ്പി ഫ്രം ഹാപ്പി സോൾ.